ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ഫ്രണ്ട്സുകൾക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരു മധുരത്തിൽ തുടങ്ങാമെന്ന് കരുതി. ഒരു പൈനാപ്പിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. മുമ്പ് പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു തരത്തിലുള്ള പൈനാപ്പിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. പൈനാപ്പിൾ മുറിച്ച് പുറമേ സ്കിന്നൊക്കെ കളഞ്ഞ് സ്ലൈസായി മുറിച്ചെടുക്കാം. പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുക. മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. വളരെ കുറച്ച് ബേക്കിംഗ് സോഡയും ശരിക്കും നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. പൈനാപ്പിളിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ ഇട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പൈനാപ്പിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ ആയിട്ട് അരച്ചെടുക്കാം. പൈനാപ്പിൾ അരച്ചത് ഇതിൽ ചേർക്കാം. ഇനി പൊടി കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം. കട്ടി കൂടുതലാണ്, അപ്പോൾ അതിലേക്ക് കുറച്ച് പാൽ ചേർക്കാം. വളരെ കുറച്ച് പാൽ ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കാം. ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൽ ഒഴിക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്യാം. ഇത് ഓവനിൽ വെക്കാതെ സാധാ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഈ പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഗ്യാസിൽ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു പാത്രത്തിൽ ഇതുപോലത്തെ ഒരു ലെഡ് വെച്ച് നന്നായി മൂടി ഒരു 10 മിനിറ്റ് നല്ല ചൂടിൽ ഇത് ചൂടാക്കിയെടുക്കാം. ഈ ഹോള് ഒന്ന് അടക്കണം. നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കേക്കിൻ്റെ ട്രേ വെക്കാം. ഇതിൽ ഉപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി മീഡിയം തീയിൽ ഒരു 45-50 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. കേക്ക് നന്നായി ആയിട്ടുണ്ട്. ഇതിന് തുറന്ന് നോക്കാം. കുത്തി നോക്കാം. ഇതിനെ കുത്തി നല്ല ടെക്സ്ചറിൽ കേക്ക് ആയിട്ടുണ്ട്. 45 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. കേക്കിൻ്റെ സൈഡിൽ വെച്ച ബട്ടർ പേപ്പറെല്ലാം മാറ്റാം. തണുത്തതിന് ശേഷം മാറ്റുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. നല്ല സോഫ്റ്റ് സൈഡ് ഭാഗമെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. കരിഞ്ഞിട്ടില്ല. നല്ല സോഫ്റ്റ്. ഇതിന് ക്രീം ആക്കാം. കേക്ക് 3 ലെയറായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ 3 ലെയറായിട്ട് മുറിച്ചെടുക്കാം. കേക്ക് 3 ലെയറായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിന് സെറ്റ് ചെയ്യണം. 5 റൗണ്ടായിട്ടുള്ള പൈനാപ്പിളിൻ്റെ പീസ് ചെറുതായി മുറിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. പൈനാപ്പിൾ നന്നായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ലിക്വിഡ് വെള്ളം ഇത് നമുക്ക് കേക്കിൻ്റെ അകത്ത് മിക്സ് ആക്കാനായിട്ട് വെക്കാം. നന്നായി വന്നിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ബാർ എടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ വെക്കാം. വൈറ്റ് ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് വൈറ്റ് ഗർനാക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർക്കാം. വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര
ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി. ഇനി കേക്കിലേക്ക് എല്ലാം കൂടി സെറ്റ് ചെയ്യാം. പൈനാപ്പിളൊക്കെ നന്നായി തണുത്തിരിക്കണം. അതിനുശേഷം മാത്രമേ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർക്കാം. ഇതിനി കേക്കിൽ സെറ്റ് ചെയ്യാം. കേക്ക് സെറ്റ് ചെയ്യുക. ആദ്യം തന്നെ കുറച്ച് ഇത് വെക്കുക. അതിനുശേഷം ആദ്യത്തെ ഫസ്റ്റ് ഇത് വെക്കുക. പൈനാപ്പിളിൻ്റെ പീസ് കുറച്ചിടാം. ഇനി അടുത്ത ലെയർ ഇടാം. അടുത്ത ലെയർ വെച്ചിട്ടുണ്ട്. കുറച്ച് പൈനാപ്പിളിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ക്രീം വെക്കാം. ലെവലാക്കാം. 2 പീസസ് ഇടാം. ഇനി മൂന്നാമത്തെ ലെയർ വെക്കാം. ഇതിനി ലെവലാക്കാം. ഇവിടെ ലൈറ്റായിട്ട് ക്രീം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഗർണാഷ ഒഴിക്കും. അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് മാത്രമേ ക്രീം വേണ്ടൂ. കൂടുതൽ ക്രീമിൻ്റെ ആവശ്യമില്ല. ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായി വെക്കാം. പൈനാപ്പിൾ ഗർണാഷ ആക്കിയിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ജസ്റ്റ് സൈഡ് ഭാഗം ഇങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണ്ടിക്കലും ഡെക്കറേഷൻ ചെയ്യാം. പൈനാപ്പിൾ കേക്കിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.